അമ്മയ്ക്കും 1000 നന്ദി. ഈ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ എൻ്റെ കുടുംബത്തെയും അനുവദിച്ചതിനോർത്ത് നന്ദി പറയുന്നു. ഞാൻ കൃപാസനത്തെപ്പറ്റി, എൻ്റെ പേര് സിസി, ഇതെൻ്റെ ഹസ്ബൻഡ് റോബി. ഞങ്ങൾ US-ലാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ മാള, വല്ലിപറമ്പ്, സെൻറ്റ് മേരീസ് ഇടവാംഗങ്ങളാണ്. ഞാൻ കൃപാസനത്തെപ്പറ്റി ഓൺലൈനിൽ കൂടെയൊക്കെ കാണുകയും പ്രാർത്ഥിക്കുകയും സാക്ഷ്യങ്ങൾ കാണുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി എടുക്കാൻ എൻ്റെ സിസ്റ്റർ എൻ്റെ മുഖേനയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണമായത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2025 ജനുവരി 8-ാം തീയതിയാണ്. അപ്പം ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് അങ്ങനെ പ്രത്യേക വലിയ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ വിൽക്കാൻ കുറേ കാലങ്ങളായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പം അതൊന്ന് വിൽക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് വന്നത്. അപ്പം പ്രാർത്ഥിച്ച് ഞങ്ങൾ ഉപ്പൊക്കെ കൊണ്ടുപോയി വീട്ടിൽ പറമ്പിലിൻ്റെ ഒക്കെ ഇങ്ങനെ ഇട്ടിരുന്നു. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലം പെട്ടെന്ന് വിൽക്കുവാൻ സാധിച്ചു. മാതാവിൻ്റെ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള മാതാവ് അതിന് ഞങ്ങൾക്ക് നടത്തി തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഉടമ്പടിയുടെ 2-ാമത്തെ മാസമാണ് എൻ്റെ ഹസ്ബൻഡിന് ഒരു MRI, ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റിന് വേണ്ടി MRI എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ് ചെയ്തപ്പം പുള്ളിയുടെ കിഡ്നിയിൽ ലെഫ്റ്റ് കിഡ്നിയിലൊരു സിസ്റ്റ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം അത് നേരത്തെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്, പക്ഷേ വളരെ സ്മോളാണ്, ഒരു കുഴപ്പമില്ല, പുള്ളിക്ക് യാതൊരു സിംറ്റംസും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു വെറുതെ ഫോളോ അപ്പിന് വേണ്ടി പോയതാണ്. അപ്പം ചെയ്തപ്പം അത് വളരെ വലുതായിട്ടുണ്ട്, ലെഫ്റ്റ് കിഡ്നിയിലെ സിസ്റ്റ്. അപ്പം ഡോക്ടർ പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല, ഡോക്ടർ പറഞ്ഞു ലെഫ്റ്റ് കിഡ്നി റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഭയങ്കര ഷോക്കായി പോയി പെട്ടെന്ന് അത് അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എന്തെങ്കിലും സെക്കൻഡ് ഒപ്പീനിയൻ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ചോദിച്ചപ്പം പറഞ്ഞു വേറെ ഒന്നും ചെയ്യാനില്ല, വേണമെങ്കിൽ ഒരു 6 മന്തും കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഒരു MRI കൂടെ ചെയ്തിട്ട് ഇങ്ങനെ ഡേറ്റൊക്കെ ഡിസൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അന്ന് മുതൽ ഉടമ്പടി എടുത്തതിൻ്റെ 2-ാം മാസം മുതൽ പിന്നെ ഞങ്ങൾ ഇതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ഉടമ്പടി തൈലം ഞങ്ങൾ പൂശി വിശ്വാസ പ്രമാണം എല്ലാ ദിവസവും ചൊല്ലി ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 6 മന്ത് എന്ന് പറയുന്നത് സെപ്റ്റംബർ 3-നായിരുന്നു നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ്. അപ്പം ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു, ഒരു സർജറിയുടെ ആവശ്യം വരരുതേ മാതാവേ എന്ന് പറഞ്ഞു. അപ്പം സെപ്റ്റംബറിൽ MRI ചെയ്തപ്പം ആ സെയിം ഡോക്ടർ തന്നെയാണ്. ഡോക്ടർ പറഞ്ഞു ഈ MRI കുഴപ്പമൊന്നുമില്ല, ഒന്നും ചെയ്യണ്ട. അന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നു പാർഷ്യലായിട്ട് എടുത്ത് കളയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ എടുത്തൊന്നും കളയാൻ പറ്റില്ല, കിഡ്നി തന്നെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം ഡോക്ടർ ഈ സെയിം ഡോക്ടർ തന്നെ കണ്ടപ്പം പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, അതിനൊരു കുഴപ്പമില്ല, അത് അവിടെ ഇരുന്നോട്ടെ, ഇനി എന്തെങ്കിലും പ്രശ്നം ഇനി എവരി ഇയറിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം, അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. പുള്ളിക്ക് യാതൊരു സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും മാതാവ് ഞങ്ങൾക്ക് സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അപ്പം സെപ്റ്റംബറിൽ എൻ്റെ ഹസ്ബൻഡ് പിന്നെ ഇവിടെ വന്നിരുന്നു, അച്ഛനെ കണ്ടു പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ ഞങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി കിംസ് ഹോസ്പിറ്റലിൽ ചെയ്തപ്പം അവിടുത്തെ ഡോക്ടർ വളരെ സിമ്പിളായിട്ട് ഡോക്ടർ പറഞ്ഞ് അതിനൊരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് വേണമെങ്കിൽ അത് ലാപ്രോസ്കോപ്പിക്കായിട്ട് ആ സിസ്റ്റ് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം, അതിന് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല, ഒന്നിനെപ്പറ്റിയും വറി ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വളരെ സന്തോഷവും സമാധാനവും കിട്ടി. മാതാവും തിരുക്കുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടതിനെ ഓർത്ത് ഞങ്ങൾ 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ 2 പ്രാവശ്യം ഇവിടെ വന്നപ്പം പേപ്പർ വാങ്ങിച്ചു, എല്ലാവർക്കും ഞങ്ങളുടെ പള്ളിയിലൊക്കെ കൊടുത്തിരുന്നു. പിന്നെ മാതാവിൻ ഈ കൃപാസനത്തെപ്പറ്റി പലരോടും സംസാരിച്ചു. ഞങ്ങളുടെ അവിടെ ഇതുപോലെ തന്നെ സെയിം ആയിട്ട് ഒരു ആൾക്ക് ഭയങ്കര ബിഗായ കിഡ്നി സിസ്റ്റ് വന്നിട്ട് പുള്ളിക്ക് എമർജൻസി ആയിട്ട് സർജറിയൊക്കെ ചെയ്ത് ഭയങ്കര കോംപ്ലിക്കേഷനൊക്കെ ആയി. അപ്പോൾ അവർക്കൊക്കെ ഞങ്ങൾ മാതാവിൻ്റെ പേപ്പർ കൊടുക്കുകയും ഓൺലൈനിൽ കൂടെ ഉടമ്പടി എടുപ്പിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ മാതാവിനെ പറ്റി പറ്റുന്നവരോടെല്ലാം പറയുവാനും ഉടമ്പടി എടുക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ഇങ്ങനെ പഠിക്കാൻ സഹായം വേണ്ടവർക്ക്
പിന്നെ പൈസ കൊടുക്കുകയോ ഹോസ്പിറ്റലിൽ വല്ല സർജറിയോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ളവർക്ക് ഫൈനാൻഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ചിലർക്ക് ഞങ്ങളുടെ അവിടെ തന്നെയും മേലാതെയൊക്കെ വരുന്നവർക്ക് പോയി വിസിറ്റ് ചെയ്ത് അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് അവസരം കിട്ടി. പിന്നെ ആത്മീയ ജീവിതത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം രാവിലെ തന്നെ 5:30 ആകുമ്പോൾ എഴുന്നേൽക്കണം, പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുവാനും അതിനോട് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ആ പ്രാർത്ഥന ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുവാനും. അപ്പോൾ രാവിലെ ആകുമ്പം ഒരു ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അപ്പോൾ അത് ഒരു മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കുവാനും ബൈബിൾ വായിക്കുവാനും പിന്നെ ഡെയിലി കുർബാന പറ്റുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും കുർബാന പോയി കാണുവാനും അങ്ങനെ ബൈബിൾ വായിക്കണം അല്ലെ പ്രാർത്ഥിക്കണം എന്നൊരു പ്രത്യേക ചിന്ത ഉണ്ടാകുവാൻ സഹായിച്ചു. ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വചനമാണ്. വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, സാധിക്കുമോ ഇല്ലയോ, പറ്റുമോ, നടക്കുമോ എന്നൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മാനുഷികമായിട്ട് ചിന്തിക്കാം. വിശ്വാസം ഒരു വികാരമല്ല, ഒരു തീരുമാനമാണ്. ഉടമ്പടി നമ്മളെ ആ തീരുമാനത്തിലേക്കാണ് വിളിക്കുന്നത്. നമ്മുടെ പരാജയങ്ങളുടെ നടുവിലും രോഗങ്ങളിലും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന നിമിഷങ്ങളിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും ദൈവത്തിൽ ആശ്രയിച്ച് പിടിച്ചു നിൽക്കാനാണ് ഉടമ്പടി നമ്മളെ സഹായിക്കുന്നത്. സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ അസാധ്യ കാര്യങ്ങൾ സാധ്യമാകുമെന്നാണ് ഉടമ്പടി മക്കളുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ജോലി നഷ്ടപ്പെടുമ്പോൾ, രോഗനിർണയം കേൾക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകുമ്പോൾ വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. റോബി എന്ന മകൻ്റെ സാക്ഷ്യവും അതുതന്നെയാണ്. കുടുംബത്തിൻ്റെ സാക്ഷ്യവും ഇതാണ്. വിശ്വാസത്തോടെ അവർ പ്രാർത്ഥിച്ചു. ആദ്യമായി വന്നത് 5 വർഷമായി വിൽക്കാനിട്ടിരുന്ന സ്ഥലം വിൽക്കാനായിട്ടായിരുന്നു. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ഫലമായി കുറച്ച് സ്ഥലം വിൽക്കുവാൻ സാധിച്ചു. പിന്നീട് ഉണ്ടായിരുന്ന രോഗസൗഖ്യമാണ്. MRI ചെയ്തപ്പോൾ ലെഫ്റ്റ് കിഡ്നിയിൽ പ്രശ്ന സിസ്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു. വിശ്വാസത്തോടെ ആ രോഗനിർണയം ലഭിച്ചപ്പോഴും വിശ്വാസം കൈവിടാതെ അവർ പ്രാർത്ഥിച്ചു. പിന്നീട് ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഇവർ പ്രാർത്ഥിച്ചത്. പിന്നീട് വന്ന് അച്ഛനെ കണ്ടു, അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചു. പിന്നീട് വീണ്ടും അവർ ചെക്കപ്പിന് പോയപ്പോൾ മനസ്സിലായി, നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. അസാധ്യമാണെന്ന് കരുതുന്ന പല കാര്യങ്ങളും സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ദൈവത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പരിശുദ്ധ അമ്മ നമ്മോട് ഇത് തന്നെയാണ് പറയുന്നത്. ഉടമ്പടി നമ്മെ ക്ഷണിക്കുന്നതും അസാധ്യമെന്ന് തോന്നുന്നിടത്ത് വിശ്വസിക്കാനാണ്. രോഗങ്ങളുടെയും പരിമിതികളുടെയും മനുഷ്യപരമായിട്ട് അസാധ്യമെന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിൽ ശരണപ്പെടുവാനാണ് പരിശുദ്ധ അമ്മ നമ്മെ ക്ഷണിക്കുന്നത്. കർത്താവിനൊന്നും അസാധ്യമല്ല. കൃപാസനത്തിലെ ഓരോ സാക്ഷ്യങ്ങളും നമ്മളോട് അതാണ് വെളിപ്പെടുത്തുന്നത്. അസാധ്യമാക്കുന്ന കാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. പരിശുദ്ധ അമ്മ നമ്മെ വിശ്വാസത്തിലേക്ക് കൈപിടിച്ച് നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായി വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ ഒന്ന് സാധ്യമാകുന്നത്. റോബിക്കും കുടുംബത്തിനും ലഭിച്ച രോഗസൗഖ്യത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.